ആദ്യം ശിവദാസൻ, പിന്നെ ശിവദാസന്റെ കുടുംബം, അതിനുശേഷം ഭഗവാനും വൈദേഹി തമ്പുരാട്ടിയും. അല്ല, വേട്ടയാടേണ്ടത് അങ്ങനല്ല. ഈ പറഞ്ഞ കഷ്ടത്തിലുണ്ട് ഭഗവാൻ. എല്ലാവരെയും കഷ്ടത്തിൽ സഹായിക്കുന്ന കരുണാമയനാണ് ഭഗവാൻ. എന്റെ ഭദ്രട്ട, ഈ ഭഗവാൻ കല്യാണിയെയും ശിവദാസനെയും സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരോ ഒരാളാണ്. അതായത് അവരെ നന്നായിട്ടറിയുന്ന ആരോ ഒരാൾ. അത് ശരിയാണ് കുഞ്ഞോളെ, അതിന് സാധ്യതയുണ്ട്. ഭദ്രേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ തൂണിലും തുരുമ്പിലും ഉണ്ടവൻ. അത് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. ഭദ്രേട്ട, ആ ഭഗവാൻ ചിലപ്പോ ഈ വീട്ടിലുള്ള ഒരാള് തന്നെ ആയിക്കൂടെ? അതും ശരിയാ. ഈ വീട്ടിലെ ആളാവാം. ഓ, എന്തായാലും കുഞ്ഞോളുടെ ബുദ്ധി സമ്മതിക്കണം. ആരായാലും ആ ഭഗവാനെ കുഞ്ഞോളുടെ ഭദ്രേട്ടൻ കണ്ടെത്തിയിരിക്കും. ഭദ്രേട്ട, ഇനി എന്ത് ചെയ്തിട്ടാണെങ്കിലും ചിന്നു LLB പഠനം പൂർത്തിയാക്കാൻ പാടില്ല. അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പതിയെ പതിയെ നീക്കുന്നുണ്ട്. സംഗതിയൊക്കെ ശരിയാ. അർജുൻ സാറിന് കുറച്ച് ബിസിനസ് ഒക്കെ ചെയ്യാൻ അറിയാം. പക്ഷേ അമ്മ പറയുന്നതിനൊപ്പം തുള്ളുന്ന വെറും ഒരു മരപ്പാവയാണ് അർജുൻ ഇപ്പോഴും. രമാദേവിക്കെതിരെ അർജുനെ കൊണ്ട് ഞാൻ വാളെടുപ്പിക്കും. തള്ളയെ കൊന്നിട്ട് നൈസായിട്ട് അവനെ ഞാൻ ജയിലിലേക്ക് അയക്കും. പിന്നെ ഈ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഒക്കെ അധിപതി ഈ ഐശ്വര്യലക്ഷ്മി ആയിരിക്കും. വാളെടുത്തവൻ വാളാലി എന്നൊരു ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ടോ ആവോ? നീ നിന്റെ പാരമ്പര്യ ഗുണം കാണിച്ചു. അല്ലെങ്കിലും വീട്ടുപണിക്കാർക്ക് ഒളിഞ്ഞും മറഞ്ഞും കേൾക്കുന്ന പതിവ് അല്ലെങ്കിലും കൂടുതലാ. അതെ, അവരുടെ ജന്മഗുണ, കൾച്ചറില്ലാത്ത ജന്മങ്ങള്. ചതിച്ചും വഞ്ചിച്ചും ഒരുപാട് കാലം ജീവിക്കാൻ കഴിയുമെന്ന് കരുതുന്നതേ ബുദ്ധിമോശമാ. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലാവോന്ന്. നീ ഉപദേശം തരാൻ വന്നതാണെങ്കിൽ അത് ജയിലിൽ കിടക്കുന്ന നിന്റെ തന്തയ്ക്ക് കൊണ്ടുപോയി കൊടുത്താ മതി. എനിക്ക് വേണ്ട. ഞാൻ ഉപദേശിക്കാൻ വന്നതൊന്നുമല്ല. എന്റെ കൂടപ്പിറപ്പിന് അത്ര ഇഷ്ടപ്പെടാത്തൊരു വാർത്ത അറിയിച്ചിട്ട് പോവാന്ന് കരുതി. എനിക്കേ LLBക്ക് അഡ്മിഷൻ കിട്ടി. നിയമം പഠിച്ചു തുടങ്ങാൻ പോവാ ഞാൻ. നിന്നെ പോലുള്ള ക്രിമിനലുകളെയൊക്കെ അവസരം കിട്ടിയ ജയിലിൽ അടക്കി ഞാൻ. എനിക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കാൻ എന്റെ കൂടപ്പിറപ്പായ നീ എന്തൊക്കെ വേല കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാം ഒരു കണക്ക് പുസ്തകത്തിൽ എഴുതി സൂക്ഷിച്ച് വെക്കുന്നുണ്ട് ഞാൻ, പലിശ സഹിതം തിരിച്ചു തരാൻ. നീ LLB പഠിക്കാനും പോകുന്നില്ല, പൂർത്തിയാക്കാനും പോകുന്നില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. വെറുതെ മനക്കോട്ടെ കെട്ടിക്കോ നീ. ഹോസ്പിറ്റലിൽ വെച്ച് ശിവദാസനെ കൊല്ലാൻ നോക്കിയപ്പോ അവിടെ ഭഗവാനെത്തി ശിവദാസന്റെ ജീവൻ രക്ഷിച്ചു എന്ന് കേട്ടു. ഇപ്പോ ആ എരണം കെട്ടവളുടെ അഡ്മിഷന്റെ കാര്യത്തിലും ഏതോ ഭഗവാൻ ഇടപെട്ടിരിക്കുന്നു. നരി, ആരാ ഈ ഭഗവാൻ? ഭഗവാൻ പരിത്രാണായ സ്വാധുനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഈ വരികള് രമേശ് കേട്ടിട്ടുണ്ടോ?
ഭഗവത്ഗീതയിലെ അധ്യായം 4-ലെ 8-ാമത്തെ ശ്ലോകം. നാട്ടിൽ തിന്മ വർദ്ധിക്കുമ്പോ നന്മയെ കാത്തുരക്ഷിക്കാൻ ഭൂമിയിൽ ഭഗവാൻ അവതരിക്കുമെന്നാണ് അതിനർത്ഥം. രമേശയുടെ നോട്ടത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. കള്ളും കുടിച്ച് കുതന്ത്രമായിട്ട് നടക്കുന്ന എനിക്ക് ഈ ശ്ലോകമൊക്കെ എങ്ങനെ അറിയാവുന്നല്ലേ? ജന്മഗുണം. അതെ, ജന്മം എന്ന ആളിന്റെ ഗുണം. അനുസരണമുള്ള കാലത്ത് ഭഗവത്ഗീത ആവർത്തിച്ച് വായിപ്പിക്കായിരുന്നു അച്ഛൻ. മുടിയനായ പുത്രന്ന് കേട്ടിട്ടില്ലേ? ആ ഒരു ലൈനാ എന്റേത്. ഇതേതായാലും ദേവലോകം വിട്ട് ഭൂമിയിൽ ധർമ്മം സ്ഥാപിക്കാൻ ഇറങ്ങിയ ഭഗവാന്റെ അവതാരമല്ല. ഈ രമാദേവിയെ തകർക്കാൻ ഇറങ്ങിത്തിരിച്ച ഭഗവാന്റെ അവതാരമാണ്. നരി, ഇനി കളയാൻ സമയമില്ല. ഓരോന്നോരോന്നായി തീർത്തു വരണം. അതെ, ശത്രുവിനോട് ദയ കാട്ടുന്നതേ ബുദ്ധിമോശമാ. അവർ കൂടുതൽ ശക്തി ആർജിച്ച് തിരിച്ചടിക്കും. ആദ്യം ശിവദാസൻ, പിന്നെ ശിവദാസന്റെ കുടുംബം, അതിനുശേഷം ഭഗവാനും വൈദേഹി തമ്പുരാട്ടിയും. അല്ല, വേട്ടയാടേണ്ടത് അങ്ങനല്ല. ഏറ്റവും വലിയ ശത്രുവിൽ നിന്നും തുടങ്ങണം. വലിയ ശത്രുവിന്റെ പതനം ചെറിയ ശത്രുക്കളെ പേടിപ്പെടുത്തും. ഒന്നുകിൽ അവർ സ്വയം ഒടുങ്ങും, അല്ലെങ്കിൽ കാൽ കീഴിൽ വന്ന് ആശ്രയം ചോദിക്കും. അപ്പോ ആദ്യം വൈദേഹി തമ്പുരാട്ടിയെ തന്നെ തീർത്തോളൂ. എന്താ നരി ഒരു ആലോചന? രമേച്ചി, ആദ്യം കൊട്ടാര വകകളില് ഇളയ തമ്പുരാട്ടി കൂറിയിട്ടിട്ടുണ്ടോ നോക്കണം. മനസ്സിലായില്ല. രമേച്ചി, ഒന്നും കാണാതെ ആരും അവതരിക്കില്ല. തമ്പുരാനും തമ്പുരാട്ടിയും മരണപ്പെട്ടിട്ട് പോലും വരാതിരുന്ന ഇളയ തമ്പുരാട്ടി ഇപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആവില്ല. കൊട്ടാര വകകളില് കണ്ണ് വെച്ചിട്ടുള്ള വരവില് അവർക്ക് അവകാശം പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിലേ കയ്യൊപ്പ് വാങ്ങിയിട്ട് വേണ്ടേ കുഴിയൊരുക്കാൻ. അതെ, ചില കാര്യങ്ങളിൽ നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു നരി. കരുക്കൾ കരുതലോടെ നീക്കുന്നവനെ രാജാവിനെ തോൽപ്പിച്ചിട്ടുള്ളൂ. ചതുരംഗ കളിയിലും അതെ, എതിർക്കുന്നവന്റെ ലക്ഷ്യവും വേഗതയും ചിന്തയും അറിഞ്ഞ് കരുക്കൾ നീക്കണം. നരി, രമേശി പൊക്കോ, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം.